തിരക്ക് പിടിച്ചോടുന്ന ദിവസങ്ങൾക്കിടയ്ക്ക് എല്ലാവർക്കും ഒത്തുചേരാനുള്ളൊരു ദിവസം, പരസ്പരം കഥകൾ പങ്കുവെക്കാനുള്ളൊരു ദിവസം. അത്തരത്തിലൊരു ഞായറാഴ്ചയായിരുന്നു ഇന്ന്. അപ്പം ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടി ചേച്ചീൻ്റെ വീട്ടിൽ ഒത്തുകൂടിയതായിരുന്നു. അവിടുന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പുഴവക്കത്തേക്ക് ഇറങ്ങി. അപ്പം ഞങ്ങൾ കൂവ തെരഞ്ഞാണ് പുഴവക്കത്തേക്ക് പോയത്. ആ സമയത്തോടെ കുറേ ചേട്ടന്മാർ മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും മീൻ പിടിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കിട്ടിയോ എന്നറിയാൻ വേണ്ടി ആഗ്രഹം ഉണ്ടാവുമല്ലോ, ആ ഒരു രീതിയിൽ ഞങ്ങൾ വന്നതാണ്. ഒരു ഭാഗത്ത് പുട്ട് കൊണ്ടുള്ള മീൻ പിടുത്തമായിരുന്നു. എന്നുവെച്ചാൽ അവർ രാവിലത്തെ പുട്ട് ഉരുട്ടിയിട്ട് ചൂണ്ടയിലാക്കിയിട്ട് മീൻ പിടിക്കുകയായിരുന്നു. അതിൻ്റെ അപ്പുറത്തായിട്ടൊരു ചേട്ടൻ ഒരു പാത്രമൊക്കെ ഇറക്കി വെച്ച് മീൻ പിടിക്കണുണ്ട്. അപ്പം ഞങ്ങളായാലും ആദ്യം അത്രയ്ക്കൊന്നും അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല, കാരണം ഈ പാത്രത്തിലൊക്കെ എങ്ങനെയാണ് മീൻ കിട്ടുക എന്നുള്ളൊരു ഭാവമായിരുന്നു. എന്തൊക്കെയാണ് ചേട്ടൻ ചെയ്തതെന്ന് നോക്കാം. ഇങ്ങനെ മീൻ പിടിക്കുന്നത് പലർക്കും അറിയുന്നതായിരിക്കും, പ്രത്യേകിച്ച് പുഴവക്കത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് അറിയുന്ന കാര്യമായിരിക്കും. ഞങ്ങളിത് ആദ്യമായിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിത് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി. ഇതിൽ മൈദയാണ് ഇടുന്നത്. അപ്പോൾ ഈ ഒരു കവറിൻ്റെ നടുഭാഗത്തായിട്ടൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇത് ഞങ്ങളെപ്പോലെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. Mana? Dah. Jom. Kau angin. Mie, ada ni mie putih lah, ye tu macam. Kita loh. ആ കുട്ടമ്മ വേണേ കോരി തരാൻ ഞാൻ തരൂ. ഇതൊക്കെ ഞങ്ങൾ വരുന്നതിന് കുറച്ച് മുമ്പ് ചേട്ടൻ പിടിച്ച മീനുകളാണ്. അപ്പം തരട്ടോ, നമ്മളെ പറ്റിക്കാൻ. ഈ ഒരു രീതിയിലൂടെ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കൂടുതൽ മീനുകൾ കിട്ടും. ചൂണ്ടയിട്ട് പിടിച്ചാലും നമുക്ക് മീനുകൾ കിട്ടും, അങ്ങനെയല്ല. പക്ഷേ ഈ ഒരു രീതി എന്ന് പറയുമ്പോൾ നമുക്ക് മീൻ പിടിക്കാൻ അറിയാത്തവർക്കും ചെയ്യാൻ പറ്റുന്നൊരു, ഇത് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ മീനുകൾ പിടിച്ചെടുക്കാൻ പറ്റും. കാരണം ഒരു പ്രാവശ്യം തന്നെ ഒന്നിൽ കൂടുതൽ മീനുകൾ അതിൽ കുടുങ്ങും. അപ്പം നമുക്ക് വേഗത്തിൽ മീൻ പിടിച്ചെടുക്കാൻ പറ്റും.
ഇത് ചെറിയ പാത്രം, വലിയ പാത്രം കെട്ടാൻ പറ്റില്ല. ഇത് കെട്ടാൻ പറ്റും, വെച്ച് കിട്ടിയാൽ കയറിപ്പിക്കളും. ആ പോവൂലേ. ഇതിൻ്റെ ഇതാ കയറി ഇങ്ങോട്ട് അങ്ങോട്ട് കയറി ഇങ്ങോട്ട് പോരാൻ പാടില്ല. അത് ലൂസ് ഉണ്ടെങ്കിലേ പോകല്ലേ പുട്ടുകൊണ്ട് ചൂണ്ടയിൽ പിടിച്ച മീനുകളാണ് ഇവർ കൊണ്ടുവന്നത്. അപ്പോൾ ഈ രീതിയിലും നമുക്ക് മീനുകൾ പിടിക്കാം. പക്ഷേ ഇതിനേക്കാളും കുറച്ച് കൂടുതൽ സമയമെടുത്തിട്ടാണ് അവർ പിടിച്ചത്. ഈ ഒരു രീതി ഒരുപാട് ആൾക്കാർക്ക് അറിയുന്നതായിരിക്കും. പക്ഷെ ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു അത്ഭുതമായിട്ട് തോന്നിയപ്പോൾ എടുത്തെന്നുള്ളൂ. അപ്പം ഇനി എന്തായാലും അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഞങ്ങൾക്ക് ഒന്നിങ്ങനെ ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം ഞങ്ങൾ അവിടുന്ന് കുറേ നേരമായിട്ട് ചൂണ്ടയിട്ടൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൂവ പറിക്കാൻ പോയിട്ട് മീൻ പിടുത്തം നോക്കി കുറേ നേരം നിന്നിട്ടോ. അപ്പം ഇനി എന്തായാലും കുറച്ച് കൂവ പറിക്കണം, നേരം ഒരുപാടായിട്ടുണ്ട്. ഇനി കുവ പറിച്ചിട്ട് അതുണ്ടാക്കുന്നൊരു വീഡിയോ, ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾ ഉണ്ടാക്കുന്നൊരു വീഡിയോ ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അതിന് ഇനി കുറച്ച് സമയം പിടിക്കും, അത് ഉണങ്ങി വരാനും ഒക്കെ കുറച്ച് സമയം പിടിക്കും. ഇത്രയും പെട്ടെന്ന് ചെയ്യാൻ കഴിയണം എന്നുള്ള ആഗ്രഹമായിട്ട് ഞങ്ങൾ പോവാണ്.